അങ്ങനെ കറുപ്പ് തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. ഇനിയെങ്കിലും സൂര്യയുടെ കഷ്ടകാലം മാറുമോ? അതാണിപ്പോൾ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. സൂര്യ എന്ന് പറയുന്ന നടൻ്റെ കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് ഒരു തിയേറ്ററിക്കൽ ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹിറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഒ ടി ടിയിൽ ഇതിനിടയ്ക്ക് 2 സിനിമകൾ ഇറങ്ങിയത് ജയ് ഭീമും അതുപോലെ തന്നെ സോറി റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ അത് ഒരു കോവിഡിൻ്റെ ഒക്കെ ആ ഒരു ടൈമിൽ തന്നെയാണ് തിയേറ്ററിൽ ഇറങ്ങിയത്. അത് കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ തിയേറ്ററിൽ എത്തേണ്ട സിനിമകളായിരുന്നു. ആ 2 സിനിമകളും ഒരുപാട് അപ്രിസിയേഷൻസ് കിട്ടി. അതിലൊരു സിനിമയ്ക്ക് സൂര്യയ്ക്ക് നാഷണൽ അവാർഡ് വരെ കിട്ടി. പക്ഷേ ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സൂര്യയ്ക്ക് ഒരു തിയേറ്റർ കുലുക്കുന്ന ഒരു ഹിറ്റ് കിട്ടിയിട്ട് ഒരുപാട് നാളുകളായി. ഇപ്പോൾ വിജയ് ചീഫ് മിനിസ്റ്ററായി സിനിമ നിർത്തുകയാണ്. അദ്ദേഹം മുമ്പേ പ്രഖ്യാപിച്ചിരുന്നു സിനിമ നിർത്തുമെന്നുള്ളതൊക്കെ. പിന്നെ കുറെ വാർത്തകൾ കണ്ടിരുന്നു വിജയ് സിനിമയിലേക്ക് തിരിച്ചു വരികയാണ്. ഈ പറഞ്ഞ ജനനായകനിൽ കുറെ KVN പ്രൊഡക്ഷൻസിന് അതിൻ്റെ നിർമ്മാതാക്കൾക്ക് കുറച്ച് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ട് അത് നികത്താനായിട്ട് ഒരു സിനിമയും കൂടി ചെയ്യുമെന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ ഇനി എനിക്ക് തോന്നുന്നില്ല വിജയ് വീണ്ടും ഒരു സിനിമയിലേക്ക് വീണ്ടും വരും. കാരണം ജനനായകൻ ഇപ്പം എന്തായാലും വലിയൊരു ഹൈപ്പ് ഉണ്ട്. ആമസോൺ പ്രൈമായിരുന്നു അന്ന് എടുക്കാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ആമസോൺ അത് വേണ്ട എന്ന് പറഞ്ഞ് ബാക്ക് ഔട്ട് ചെയ്തിട്ട് ഇപ്പോൾ വീണ്ടും ആമസോൺ അത് എടുക്കാൻ പോകുന്നു. നല്ല പൈസയ്ക്ക് സാറ്റലൈറ്റ് പോകുന്നു എന്നൊക്കെ ഇപ്പം ചർച്ചകളുണ്ട്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒരുപാട് പൈസ ഇപ്പോൾ പറയുന്നുണ്ട്. കാരണം എന്തായാലും ഇനി ജനനായകൻ CM ആയ സ്ഥിതിക്ക് ഇനി അതിനൊരു വലിയൊരു ഓപ്പണിംഗ് എന്തായാലും കിട്ടുമെന്നാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല വിജയ് ജനനായകൻ നഷ്ടം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പറഞ്ഞു വന്ന് വിജയ് സിനിമയിലോട്ട് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങി സിനിമ അഭിനയം നിർത്തി. അജിത്ത് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നു ഇനി ഒരു സിനിമയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അജിത്തും അഭിനയം നിർത്താൻ പോവുകയാണോ എന്നുള്ളത്. അപ്പോൾ വിജയും അജിത്തുമാണ് ശരിക്കും ഒരു മാസ് ഹീറോസ് അവിടെ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് കൊണ്ടുവരുന്നത്. രജനീകാന്ത് ഉണ്ട്. പക്ഷെ രജനീകാന്തും ഒരു സീനിയർ ആയി. ഇനി എനിക്ക് തോന്നുന്നു 2-3 സിനിമകൾ കൂടി കഴിഞ്ഞാൽ രജനീകാന്തും ഒരു പക്ഷേ അഭിനയം നിർത്തുമായിരിക്കും. കമൽഹാസന് ഒരു വിക്രം എന്ന് പറയുന്ന സിനിമ മാറ്റി നിർത്തിയാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ വിരലിടാവുന്ന ഒരു വിശ്വരൂപം ഒരു ദശാവതാരവും പോലത്തെ സിനിമകൾ മാത്രമാണ് തിയേറ്ററിൽ കുറച്ച് കളക്ട് ചെയ്ത സിനിമകൾ. അതല്ലാതെ ഒരു 20 വർഷം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കമൽഹാസനും ഒരു തിയേറ്റർ കുലുക്കുന്ന ഹിറ്റുകളും കിട്ടിയിട്ട് ഉണ്ട് എന്നുള്ളത്. അത് കഴിഞ്ഞാലുള്ള നടന്മാർ സൂര്യയും അതുപോലെ തന്നെ വിക്രമം. അതിൽ സൂര്യനെ കുറിച്ചാണ് ഞാൻ ഇന്ന് കൂടുതൽ നിങ്ങളോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം സൂര്യ എന്ന് പറയുന്ന ഒരു നടൻ, ശിവകുമാർ എന്ന് പറയുന്ന ഒരു കാലത്തെ സൂപ്പർ സ്റ്റാർ, ഒരു 90s ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ശിവകുമാറും ക്യാരക്ടർ റോളുകളിലേക്ക് മാറി. അദ്ദേഹം നായകന രീതിയിൽ അദ്ദേഹം മാറി തുടങ്ങി. ആ സമയത്താണ് 97 നേർക്കുനേർ എന്ന് പറയുന്ന സിനിമയിലൂടെ സൂര്യ വരുന്നത്. നമ്മൾ അതിനെക്കുറിച്ചൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മണിരത്നം പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയാണ്. അതിൻ്റെ സംവിധായകൻ തൻ്റെ മുൻ സിനിമകളിൽ അഭിനയിച്ച അജിത്തിനെ വിളിക്കുന്നു, വിജയനെയും വിളിക്കുന്നു. രണ്ടുപേരെയും വെച്ച് ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് ദിവസം ഷൂട്ട് ചെയ്ത ശേഷം അജിത്ത് പിന്മാറുന്നു. അങ്ങനെയാണ് പുതുമുഖമായ ശിവകുമാറിന്റെ മകനായ സൂര്യ ആ സിനിമയിലോട്ട് വരുന്നത്. നേർക്കുനേർ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷം പിന്നെ വലിയ പരവിജയങ്ങളൊന്നും കിട്ടില്ല. സൂര്യ എന്ന് പറഞ്ഞ നടനും കുറെ ട്രോളുകൾ, അന്നത്തെ മാഗസീൻസിലൊക്കെ കുറെ കളിയാക്കലുകളൊക്കെ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അഭിനയം നിർത്തി വിദേശത്തോട്ട് പഠിക്കാനും ജോലിയൊക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്ന സൂര്യ 2001 നമ്മുടെ മലയാളത്തിലെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന പടത്തിൻ്റെ റീമേക്കിൽ അതിൽ മുകേഷ് ചെയ്ത വേഷത്തിൽ, അന്ന് വിജയ് എന്ന് പറഞ്ഞ നടന് കോടികൾ പ്രതിഫലം കിട്ടിയപ്പോൾ വെറും 5 ലക്ഷം എന്തോ പ്രതിഫലം വാങ്ങിയ സൂര്യ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമയിലൂടെ അദ്ദേഹത്തിന് വീണ്ടും ഒരു കംബാക്ക് കിട്ടുകയാണ്. അത് കഴിഞ്ഞ് നന്ദ എന്ന് പറയുന്ന ഒരു സിനിമ, ശ്രീ എന്ന് പറയുന്ന സിനിമ, ഉന്നേ നിന്നെ, മൗനം ബേസ് ചെയ്ത് ഇങ്ങനെ കുറേ സിനിമകളൊക്കെ കഴിഞ്ഞ് ഒരു നടൻ എന്ന രീതിയിലും കൂടി പേരെടുത്തു. അത് കഴിഞ്ഞ് കാക്ക കാക്ക എന്ന് പറയുന്ന ഒരു സിനിമ ഗൗതം വാസുദേവൻ മേനോൻ 2003 അന്ന് ആ ഒരു സിനിമയ്ക്ക് ജ്യോതിക എന്ന് പറഞ്ഞ നടിക്ക് കിട്ടിയതിനെക്കാട്ടും താഴെയായിരുന്നു സൂര്യയുടെ പ്രതിഫലം. സൂര്യ തന്നെ അത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ പല മുൻനിര നായകന്മാർ, എനിക്ക് തോന്നുന്നു ശരത് കുമാറും വിക്രമും മാധവനും അജിത്ത്, ഇവരെല്ലാവരെയും ആലോചിച്ച് ഇവരെല്ലാവരുടെയും ഡേറ്റും പല പ്രശ്നങ്ങൾ കാരണം ആരെ വെച്ച് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ജ്യോതികയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ സൂര്യനെ കൊണ്ടുവരുന്നു. ഗൗതം വാസുദേവൻ സൂര്യയോട് അന്ന് അത്ര വലിയ താല്പര്യമില്ലായിരുന്നു. എങ്കിൽ പോലും സൂര്യ അതിനെടുത്തൊരു എഫേർട്ടും സൂര്യ ഒരു മേക്ക് ഓവറും അതുപോലെ തന്നെ ബോഡിയൊക്കെ ഡെവലപ്പ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വന്ന് അദ്ദേഹത്തിന് മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ഗൗതം വാസുദേവൻ തൻ്റെ നായകൻ ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് സൂര്യ സിനിമയിൽ വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാക്ക കാക്കയ്ക്ക് ശേഷം എത്രയോ സിനിമകൾ. 2005 ഗജനി എന്ന് പറയുന്ന ഒരു സിനിമ, അന്ന് ആ ഗജനി കണ്ടിട്ട് രജനീകാന്ത് വരെ പറഞ്ഞതാണ് എനിക്ക് അണ്ണാമലൈ പോലെയാണ് ഈ ഒരു സിനിമ സൂര്യയുടെ കരിയറിൽ മാറ്റമാവട്ടെ എന്ന് പറഞ്ഞു. അതും ഇതുപോലെ തന്നെ അജിത്തിനെ വെച്ച് പ്ലാൻ ചെയ്ത് ഫോട്ടോഷൂട്ട് വരെ നടത്തിയിട്ട് അജിത്ത് ആ സിനിമ വിട്ടുപോയതാണ്. എനിക്ക് തോന്നുന്നു അന്ന് ബാലയുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി അന്ന് അജിത്ത് മുടിയൊക്കെ വളർത്തി അതിലോട്ട് പോയതാണ്. അതുകൊണ്ടാണ് ഗജനിയിൽ മാറിയത്. പക്ഷെ പിന്നീട് ആ ബാലയുടെ സിനിമയിലും അജിത്ത് അല്ല ചെയ്തത്,
നാൺകടവുൾ ആ സിനിമ പിന്നെ ആര്യാണ് ചെയ്തത്. എങ്കിൽ പോലും സൂര്യയ്ക്ക് ഒരു വലിയൊരു ബ്രേക്ക് നൽകിയ സിനിമയായിരുന്നു ഗജനി. ഗജനി കഴിഞ്ഞ് പിന്നെ 2006 സില്ലനൊരു കാതൽ എന്ന് പറയുന്ന സിനിമ. അപ്പോഴേക്കും ജ്യോതികയുമായി പ്രണയത്തിലാവുന്നു, ജ്യോതികന് വിവാഹം കഴിക്കുന്നു. സില്ലനൊരു കാതലും തരക്കേടില്ലാതെ വിജയിച്ച ഒരു സിനിമയായിരുന്നു. പിന്നെ 2007 വേൽ എന്ന് പറയുന്ന ഒരു സിനിമ. അന്ന് അഴകിയ തമിഴ് മകൻ എന്ന് പറയുന്ന വിജയുടെ സിനിമയുടെ ഒപ്പം ആ ഒരു ദീപാവലിക്ക് ഇറങ്ങി വേലായിരുന്നു അന്ന് വിന്നറായിരുന്നത്. ഇത് കഴിഞ്ഞ് 2008, 9, 10 ഈ 3 വർഷവും അന്നത്തെ യുവതാരങ്ങളിൽ, അതായത് രജനീകാന്ത് കഴിഞ്ഞാൽ അന്ന് തമിഴ് സിനിമയിൽ ഏറ്റവും പ്രോമിസിംഗ് ആയ അല്ലെങ്കിൽ മുൻനിരയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു സൂര്യ. കാരണം 2008 വാരണമായിരം, 2009 അയൻ ആദവൻ, 2010 സിംഗം. ഈ ഒരു സമയങ്ങളിൽ അന്നത്തെ നമ്പർ 1 എന്ന് ഞാൻ പറഞ്ഞ രജനീകാന്തിനെ മാറ്റി നിർത്തി മറ്റുള്ള താരങ്ങളിൽ നമ്പർ 1 ആയ വ്യക്തിയായിരുന്നു അന്ന് സൂര്യ. ഒരു ഘട്ടത്തിൽ വിക്രം ഉണ്ടായിരുന്നു. വിക്രം 2005 അന്യൻ കഴിഞ്ഞപ്പോൾ വിക്രമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് വിക്രമിന് വലിയൊരു ബ്രേക്ക് വന്ന് പിന്നീട് വിക്രമിന്റെ കരിയറിൽ കന്ദസ്വാമിയും ഭീമയും പോലത്തെ കുറച്ച് പരാജയങ്ങളെന്ന് പറയാം. ഭീമയും കന്ദസ്വാമിയൊന്നും അന്യൻ പോലെ വിജയിച്ചില്ല. എനിക്ക് തോന്നുന്നു കന്ദസ്വാമി പരാജയമായിരുന്നു. ഈ പറയുന്ന ഭീമയും ഭയങ്കര പ്രതീക്ഷകളോട് വന്നിട്ട് പരാജയപ്പെട്ട സിനിമയായിരുന്നു. ആ സമയത്താണ് സൂര്യ സ്കോർ ചെയ്ത് കയറിപ്പോയത്. സിംഗം എന്ന് പാർട്ട് 1 ഇറങ്ങുമ്പോൾ ആ സിനിമ ഭയങ്കര ബ്ലോക്ക് ബസ്റ്ററാണ്. അന്ന് വിജയുടെയും വിക്രമിന്റെയും അജിത്തിന്റെയും സിനിമകളെക്കാട്ടും കൂടുതൽ കളക്ഷനും കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ ആവശ്യപ്പെട്ടിരുന്ന, തിയേറ്റർ അഡ്വാൻസ് കിട്ടിയിരുന്ന ഒരു നടൻ തന്നെയായിരുന്നു സൂര്യ. പക്ഷെ അതിനുശേഷം സംഭവിച്ചത് 2011 ടോപ്പ് ഗ്രോസർ ആയിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ഏഴാം അറിവ്. പക്ഷെ ഏഴാം അറിവ് അന്ന് അത്രയധികം ബഡ്ജറ്റിൽ ചെയ്ത സിനിമയെ കാരണം ആ സിനിമ അന്ന് നിർമ്മാതാക്കൾക്ക് നഷ്ടമായിരുന്നു. നിർമ്മാതാക്കൾക്കാണോ ഡിസ്ട്രിബ്യൂട്ടർക്കാണോ എന്ന് വ്യക്തമായിട്ടില്ല. എങ്കിലും ആ സിനിമ അന്ന് ഒപ്പറിഞ്ഞ് വിജയുടെ വേലായുധം എന്നുള്ള സിനിമയാണ് ശരിക്കും ലാഭം കിട്ടിയ ഒരു സിനിമ. 2011 അന്ന് ഏഴാം അറിവ് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ 2014 അഞ്ചാൻ എന്നുള്ള സിനിമ ഇതേപോലെ തന്നെ പ്രതീക്ഷയോടുകൂടി വന്നു. അഞ്ചാനും പരാജയമായിരുന്നു. 2016 24 എന്ന് പറയുന്ന സിനിമ, ആ സിനിമ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയായിരുന്നു. അതൊന്ന് വിജയമായിരുന്നു. പക്ഷെ ഈ പറയുന്ന ഒരു ആയനൊന്നും കൊണ്ടുവന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ സൂര്യക്ക് ലഭിച്ചില്ല. പിന്നെ 2019 NGK കാപ്പാൻ എന്ന് പറയുന്ന സിനിമ, 2022 എതിർക്കും തുണിന്തവൻ എന്ന് പറയുന്ന ഒരു സിനിമ, അതിനുശേഷം ഇറങ്ങിയ 2024 കങ്കുവയും 2025 ഇറങ്ങിയ റെട്രോ. ഈ 5 സിനിമകളാണ് തിയേറ്ററിൽ സൂര്യ നായകനായി റിലീസായ സിനിമകൾ. ഇതിൽ 5ഉം ശരിക്കും പരാജയം തന്നെയാണ്. ഈ റെട്രോ എന്നുള്ള സിനിമ എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് വൈസ് ഒക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ തട്ടുകടില്ലാതെ പോയിട്ടുണ്ടാവും, എല്ലാ ബിസിനസ്സും കൂടി നോക്കുമ്പോൾ. പക്ഷെ സൂര്യക്ക് ഒരു ബ്ലോക്ക് ബസ്റ്റർ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. എത്രയോ വർഷമായി, എന്നാണ് ഞാൻ എവിടെയോ വായിച്ചത്, സിംഗത്തിന് ശേഷം സൂര്യക്ക് ഒരു ബ്ലോക്ക് ബസ്റ്റർ ഇല്ല. പിന്നെ സൂര്യയുടെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള സൂര്യയുടെ സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ മെജോറിറ്റി സിനിമകളും പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൂര്യയുടെ തന്നെ കസിൻസായ, അവർ നേതൃത്വം നൽകുന്ന ഡ്രീം വാരിയർ പിക്ചേഴ്സ്, അതുപോലെ തന്നെ സ്റ്റുഡിയോ ഗ്രീനിന്റെ അതിന്റെ മെയിൻ തലപ്പത്തിരിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ഓണർ എന്ന് പറയുന്ന ജ്ഞാനവേൽ രാജ സൂര്യയുടെ കസിനാണ്. കങ്കുവ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ബഡ്ജറ്റ് സിനിമയാണ് അത്, സ്റ്റുഡിയോ ഗ്രീനിന്റെയും സൂര്യയുടെയും. ആ ഒരു സിനിമയുടെ പ്രൊമോഷനൊക്കെ സൂര്യ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര പ്രതീക്ഷയോടുകൂടിയാണ്. അന്ന് ജ്ഞാനവേൽ രാജ പറഞ്ഞിരുന്നത്, അതിന്റെ പ്രൊമോഷൻ സമയത്ത് മീഡിയാസിനോട് പറഞ്ഞത്, നിങ്ങൾ ഇതിന്റെ പാസ് എടുത്തു വയ്ക്കുക, ഇപ്പം നിങ്ങളെ ഈ ഫംഗ്ഷന് ഇൻവൈറ്റ് ചെയ്ത് പാസ് എടുത്തു വയ്ക്കുക, ഇതിന്റെ സക്സസ് മീറ്റിന് ഇതേ പാസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിനുശേഷം അദ്ദേഹം വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് മാറി എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഡ്രീം വാരിയർ പിക്ചേഴ്സും. ഇപ്പൊ ഡ്രീം വാരിയർ പിക്ചേഴ്സിനും ഇവരുടെ പല സാമ്പത്തിക ബാധ്യത, 50 കോടിയോളം ഉണ്ടായിരുന്ന ഇവരുടെ സാമ്പത്തിക ബാധ്യത കാരണമാണ് ആ ഒരു കറുപ്പ് എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ഫിക്സ് ചെയ്തു. ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും, അതായത് മെയ് 14 രാവിലെ 9 മണിക്ക് ആദ്യത്തെ ഷോ നടക്കുമെന്ന് പറഞ്ഞ് ആ തലേ ദിവസം രാത്രി 1 മണിക്ക് ആയപ്പോഴാണ് ഇത് ഇറങ്ങില്ല എന്നുള്ളത് മനസ്സിലായത്. അതിൻ്റെ ഡയറക്ടർ RJ ബാലാജി വളരെ വികാരധീനായിട്ട് അദ്ദേഹം ഒരു വീഡിയോ ലൈവിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് അറിയില്ല എന്താണ് പറയേണ്ടതെന്നുള്ളതാണ്. ഒരു ബ്ലോക്ക് ബസ്റ്ററാണ് ഞാൻ ആഗ്രഹിച്ചത്, പക്ഷെ അവസാന നിമിഷം ഇങ്ങനെ സംഭവിച്ചത്. എനിക്കൊരു ഉത്തരം, ശരിയാണ്, അദ്ദേഹത്തിന് ഉത്തരമില്ല, ഉത്തരം പറയുന്നത് നിർമ്മാതാക്കളാണ്. പക്ഷെ നിർമ്മാതാക്കൾക്ക് ഒരുപാട് ബാധ്യത ഉള്ളത് കൊണ്ട് അവർക്കത് ആ ബാധ്യത തീർക്കാതെ അവർക്ക് സിനിമ ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന അവരുടെ ദീപാവലി 2025 ഈ പറയുന്ന ഡ്രീം വാരിയർ കറുപ്പ് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട്, ഈ പറഞ്ഞ സാമ്പത്തിക ബാധ്യതയായിരിക്കാം, അത് നീണ്ടുപോയി. പിന്നെ അവർ പറഞ്ഞു എലക്ഷൻ കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യാം, ഏപ്രിൽ വേണ്ട. അത് തന്നെ എലക്ഷൻ കഴിഞ്ഞ് മെയ്യിൽ അവർ ഫിക്സ് ചെയ്തിരുന്നു ഡേറ്റ്. അങ്ങനെയാണ് ഇവർ മെയ് 14 ബുക്കിംഗ് എല്ലാം ഓപ്പൺ ആയതും സൂര്യ കേരളത്തിൽ ഉൾപ്പെടെ വന്ന് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ
എന്നിട്ടും പ്രശ്നങ്ങൾ സംഭവിച്ചു. അവരുടെ കഴിഞ്ഞ സിനിമ ഡ്രീം വാരിയുടെ കഴിഞ്ഞ സിനിമ സൂര്യയുടെ അനിയനായ കാർത്തി, ഇവരുടെ തന്നെ മറ്റൊരു കസിനായ കാർത്തിനെ വെച്ച് ചെയ്ത സിനിമയാണ് ജപ്പാൻ. ജപ്പാൻ എന്നൊരു സിനിമ തിയേറ്ററിൽ ഭയങ്കര പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ശരിക്കും സൂര്യയ്ക്കും അതേ കാർത്തിക്കും അതെ ഒരു മോശം സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം കൈദി എന്ന് പറയുന്ന ഒരു സിനിമയുടെ 2ാം ഭാഗം സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ള ഇപ്പോഴും ഒരു ഉറപ്പുമില്ല. ലോകേഷ് കൂലി എന്ന് പറയുന്ന സിനിമ ലോകേഷിന് ഒരു അടി തന്നെയായിരുന്നു, ഒരു പരാജയമായിരുന്നു അത് ലോകേഷിന്. സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടിയിരിക്കും. പക്ഷെ എങ്കിൽ പോലും ശരിയാണ്. കാരണം 500 കോടി എന്തോ കളക്ട് ചെയ്ത് 500-600 കോടിയുടെ മുകളിൽ കളക്ഷൻ വന്നു. എല്ലാം ബിസിനസ്സും വർക്ക് ചെയ്തതിന്റെ നിർമ്മാതാക്കൾക്ക് ലാഭമാണ് എന്നുള്ളതാണ്, സം പിക്ചേഴ്സിന് ലാഭമാണെന്നാണ് ലോകേഷിന്റെ വർത്തമാനത്തിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലായത്. പക്ഷെ എങ്കിൽ പോലും ഒരു കൈദിയിലും വിക്രമിലും ലിയോയിലും ഉണ്ടാക്കിയെടുത്ത ആ ഒരു പേര് ലോകേഷിന് ഒറ്റടിക്ക് താഴെ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൈദി 2 സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. അത് ആ സമയത്താണ് ഇപ്പോൾ സൂര്യയുടെ പ്രശ്നത്തിലൂടെ പോകുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ കറുപ്പ് റിലീസായിട്ടുള്ളൂ. നമുക്ക് പല അഭിപ്രായങ്ങളും കേൾക്കുന്നുണ്ട്. എങ്കിൽ പോലും അതിൻ്റെ ഒരു ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് നമ്മൾ പറയാറായിട്ടില്ല. അതൊക്കെ എന്തായാലും ഒരു അടുത്ത ആഴ്ചയാവണം. എങ്കിൽ പോലും സൂര്യയും കാർത്തിയും അവരുടെ കസിൻസാണ് ഇപ്പോൾ അവരുടെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതല്ലാതെ കുറച്ചും കൂടി വലിയ പ്രൊഡക്ഷൻ ഹൗസസിന് അവർ ഡേറ്റ് കൊടുക്കണം, അവരെ വെച്ച സിനിമകൾ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു വിഭാഗം പറയുന്നത്. പക്ഷേ മറ്റൊരു വിഭാഗം പറയുന്നത് സൂര്യയ്ക്ക് ഇപ്പോൾ സൂര്യയുടെ സിനിമകൾ പരാജയപ്പെട്ടത് കൊണ്ട്, സൂര്യയ്ക്ക് വലിയൊരു ബിസിനസ് ഇല്ലാത്തതുകൊണ്ട്, സൂര്യയ്ക്ക് ചോദിക്കുന്ന പ്രതിഫലം കൊടുക്കാൻ പുറത്തുനിന്നുള്ള പ്രൊഡ്യൂസേഴ്സ് തയ്യാറല്ല. അതുകൊണ്ടാണ് സൂര്യയും എനിക്കൊണ്ട് പല സിനിമകളുടെയും സൂര്യ തന്നെയാണ് കോ പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ സൂര്യയുടെ റെമ്യൂണറേഷൻ എത്രയാണെന്നുള്ളതൊന്നും പുറത്തറിയുന്നില്ല. അതുകൊണ്ട് സൂര്യയുടെ കസിൻസ് ആയിട്ട് തന്നെ സിനിമകൾ ചെയ്യുന്നു. ലാഭം വരുമ്പോൾ അവരത് വീഴ്ചെടുക്കുന്നു, നഷ്ടമാണെങ്കിൽ അവർ തന്നെ. എന്തായാലും സൂര്യയുടെ ഈ അവസ്ഥ മോശം തന്നെയാണ്. എന്തായാലും സൂര്യ ഇനി ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങണം. നല്ല നല്ല സിനിമകൾ ഓർഗനൈസ് ചെയ്തെടുക്കണം. കാരണം വിജയ് അഭിനയം നിർത്തുന്നു, അജിത്ത് അഭിനയം നിർത്തുന്നു എന്ന് പറഞ്ഞ ആ ഒരു മൊമെന്റ്, ആ ഒരു സ്പേസിലോട്ട് ഇനി സൂര്യക്ക് വലിയ സാധ്യത. കാരണം ആ ഒരു ജനറേഷൻ ഇനി സൂര്യയാണുള്ളത്. മറ്റൊരു നടൻ വിക്രമാണ്. വിക്രമിന്റെയും അവസ്ഥ കുറച്ച് ശോകമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വിക്രമിന്റെയും ഒരു കരിയർ ജേണി ശരിക്കും ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. എവിടെയോ ഉയരത്തിലുണ്ടായിരുന്ന ഒരു വിക്രമത്തിന്റെ ഒരു ഡൗൺഫോൾ, അതും നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത് തന്നെയാണ്. അതിനെക്കുറിച്ച് മറ്റൊരു എപ്പിസോഡ് ചെയ്യാം. എന്തായാലും കറുപ്പ് എന്ന് പറയുന്ന ഒരു സിനിമ നമുക്ക് ഇനി കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു എപ്പിസോഡ് നമുക്ക് ചെയ്യാം. എങ്കിലും സൂര്യ എന്ന് പറഞ്ഞ നടന്റെ ഒരു പീക്ക് സമയം, ഞാനൊക്കെ ഒരു കോളേജ് കാലഘട്ടത്തിൽ, അത് ആ ഒരു കാലഘട്ടത്തിലാണ് ഗജനിയും അയനും അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഭരണമായാലും ഒക്കെ കോളേജിൽ നിന്നൊക്കെ ഇറങ്ങിയ ശേഷമുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ത്രില്ലടിച്ചത്. അന്ന് സൂര്യ തന്നെയായിരുന്നു നമ്മുടെയൊക്കെ, ഒരുപക്ഷെ വിജയിനെക്കാട്ടും മുന്നിലായിരുന്നു അന്ന് സൂര്യ എന്ന് പറയുന്നത്. ആ ഒരു സൂര്യയുടെ ഒരു ജേണിയാണ് പിന്നീട് ഒരു താഴോട്ട് പോയത്. എന്തായാലും സൂര്യയെക്കുറിച്ചുള്ള എൻ്റെ അനാലിസിസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. അതെന്ത് തന്നെയായാലും നമുക്ക് ഷെയർ ചെയ്യുക. കറുപ്പ് എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കാണുക, കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം നമുക്ക് കമൻറ്റ് ചെയ്യുക.